ജയനൊരു എല്ലാവരും സഹായിക്കുന്ന ഒരാളായിരുന്നു. സത്യം പറഞ്ഞാൽ ജയൻ മരിക്കാതിരുന്നെങ്കിൽ ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഞാൻ അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ സണ്ണി അഞ്ചേരിയിൽ അവൻ്റെ പറഞ്ഞിട്ടൊരാളാണ്. പിന്നെ അതിൽ എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് സണ്ണി അഞ്ചേരിയിൽ തന്നെയാണ്. അപ്പം അദ്ദേഹം അഭിനയിച്ച റോളാണ് പിന്നെ ജയൻ അഭിനയിക്കാനായിട്ട് വന്നത്. പിന്നെ ജയൻ ഹീറോയായി. പ്രൊഫഷണൽ അദ്ദേഹം ആദ്യമായിട്ട് അവസാനമായിട്ട് അഭിനയിച്ച ആ നാടകത്തിലാണ്. അപ്പൊ അങ്ങനെ ശാരംഗമണിയായിട്ടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ഈ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നത്. ഞാൻ എടുക്കുമായിരുന്നു. അത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊരു പടം ചെയ്യണം, നീ സംവിധാനം ചെയ്യണം എന്നൊക്കെ എന്നോട് പറയായിരുന്നു. വലിയ എടുപ്പായിരുന്നു. 40 നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 32 നാടകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമാധി എന്ന് പറഞ്ഞൊരു നാടകം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കളിച്ചിട്ടുണ്ട്. മലയാളി സമാജങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്. റോമില് ആദ്യമായിട്ട് അവസാനമായിട്ടൊരു മലയാള നാടകം കളിച്ചതിന്റെ നാടകം സമാധി എന്ന് പറഞ്ഞൊരു നാടകം. അന്ന് 10 രൂപയാണ് എനിക്ക് പ്രതിഫലം. ശരി എന്ന് പറഞ്ഞാൽ നിന്നു. 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് 10 പൈസക്ക് ഒരു ചായ കിട്ടുന്ന കാലമാണ്. 75 പൈസക്ക് ഊണും കിട്ടും. അഷ്ടബന്ധം എഴുതിയ ആളല്ലേ എന്ന് വെച്ചു. അവരോട് ഞാനാകെ തളർന്നുപോയി. ബോധം കെട്ട് വീഴുന്നേരം തോന്നി. അദ്ദേഹം പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു. എക്കാലത്തും പ്രസക്തിയുള്ളൊരു നല്ല കൃതിയാണ്, നല്ലൊരു നാടകമാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു നോബൽ സമ്മാനം കിട്ടിയ പോലും എനിക്ക് അത്ര അത് നമസ്കാരം. മലയാള നാടകവേദിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം, ശ്രീമൂലനഗരം മോഹൻ മാഷേ. നമസ്കാരം. നമസ്കാരം. മലയാള നാടകവേദിയിൽ NN പിള്ള സാറും ഈ പറഞ്ഞ പോലെ തോപ്പിൽ സാറും കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ നാടകങ്ങൾ എഴുതാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് താങ്കൾ. നാടക ലോകത്ത് എത്തപ്പെട്ടത് എങ്ങനെയായിരുന്നു? NN പിള്ളയും തോപ്പിൽ പാസയൊക്കെ ആയിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത് തന്നെ അബദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എത്രയോ മഹാരാധന്മാർ വന്നിട്ടുണ്ട് ഇവിടെ. PG ആന്റണി, വൈക്കം ചന്ദ്രശേഖരൻ നായർ, കാലടി ഗോപി, KT മുഹമ്മദ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നു പോയൊരു മേഖലയാണ്. അവരോടൊപ്പമാണ് എൻ്റെ ജ്യേഷ്ഠ ശ്രീമൂലനഗരം വിജയൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങൾ കണ്ടാണ് ഞാൻ ശരിക്കും ഈ നാടകരംഗമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഞാനും അദ്ദേഹമായിട്ട് 18 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേട്ടനുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ തന്നെ PGNയുടെ നാടക സമിതിയിൽ അംഗമായി. പിന്നെ പറവൂരുള്ളൊരു നാടക സമിതി, പറവൂർ ഭാനു എന്ന് പറഞ്ഞൊരു നാടകത്തിൻ്റെ പഴയ ആളാണ്. കടാമംഗലം സാധനത്തിൻ്റെ കൂടെ നാടകം അഭിനയിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ പോയി. പിന്നെ അങ്ങനെ കേരളത്തിലൊരു പൊൻകുന്ന വർക്കി സാറിൻ്റെ കേരള തിയേറ്റേഴ്സിൽ അങ്ങനെ അദ്ദേഹത്തോട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് എൻ്റെ ബാല്യകാലത്ത് ഞാൻ വീട്ടിൽ കാണുന്ന അതിഥികൾ എന്ന് പറയുന്നത് കാലടി ഗോപി, PG ആന്റണി, SL സാധനത്തൻ, ഏരൂർ വാസുദേവ് തുടങ്ങിയ നാടകത്തുകളാണ്. അപ്പോൾ അവരുടെ ചേട്ടനുമായിട്ടുള്ള സംഭാഷണങ്ങളും സംവാദങ്ങളിൽ നിന്നൊക്കെയാണ് എനിക്ക് ഈ മേഖലയായിട്ടൊരു ബന്ധം വന്നത്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ ഞാൻ നാടകം എഴുതാൻ ആരംഭിച്ചു. അത് നാടകമൊന്നും പറയാനൊക്കില്ല, എന്തൊക്കെയോ എഴുതി. സ്കൂളിലെ പിള്ളേരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അവതരിപ്പിച്ചു ഒരു നാടകം. എൻ്റെ പേര് ധൂമകേതു എന്നായിരുന്നു. ആ പേര് തന്നെ അന്ന് ആ കാലത്ത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ആ നാടകം എഴുതി സ്കൂളിൽ അവതരിപ്പിച്ചു. അത് പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് പോയി. ജില്ലാതലത്തിൽ വരെ ആ നാടകത്തിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അന്ന് ജില്ലാതലം വരെയുള്ളൂ യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് ലെവലിലൊന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കാലടി ഗോപി ഇങ്ങനെ നാടക സമിതി തുടങ്ങി, പെരുമ്പാവൂർ നാടകശാല എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ അമേച്ചർ നാടകങ്ങളൊക്കെ അഭിനയിക്കുകയായിരുന്നു നാട്ടിൽ, സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട്. അപ്പോൾ എന്നോട് നാടകശാല തുടങ്ങിയപ്പോൾ അതൊരു പെരുമ്പാവൂർ നാടകശാല തുടങ്ങിയത്. നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരോട്ടം പപ്പു, മാള രവീന്ദ്രൻ, കുട്ടിയടത്തി വിലാസിനി, ബാബുൻ നമ്പൂരി, ഇന്ന് പ്രശസ്തരായ സിനിമാ താരങ്ങളും പിന്നെ പുതിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ പ്രോംപ്റ്റ് ചെയ്യാനാണ് എന്നെ വിളിച്ചത്. ഒരു നാടക ഉദ്ഘാടനം വരെ അവർക്കൊന്ന് പ്രോംപ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഗോപിച്ചേട്ടനായിട്ടുള്ള എൻ്റെ വീട്ടിൽ വെച്ചുള്ള പരിചയമാണ് അതിന് ഇടവരുത്തിയത്. അങ്ങനെ അവിടെ ചെന്നു പ്രോംപ്റ്റ് ചെയ്തു. നാടകം എൻ്റെ ഉദ്ഘാടന സമയമാകുമ്പോൾ വേണമെങ്കിൽ പ്രോംപ്റ്റർക്ക് പോകാം, കാരണം ആർട്ടിസ്റ്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, താനിതിലൊരു ചെറിയ വേഷമുണ്ട് അതിൽ അഭിനയിക്കുക. മാധവൻകുട്ടി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. നാടകം എഴുതിയത് KS നമ്പൂരിയാണ്, കാലടി ഗോപി സംവിധാനം. അപ്പോൾ ഞാൻ പറഞ്ഞ വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും. അന്ന് 10 രൂപയാണ് എനിക്ക് പ്രതിഫലം. ശരി എന്ന് പറഞ്ഞാൽ നിന്നു. 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് 10 പൈസക്ക് ഒരു ചായ കിട്ടുന്ന കാലമാണ്. 75 പൈസക്ക് ഊണും കിട്ടും. അപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ തുകയാണ്. അങ്ങനെ നിന്നു.
പിന്നെ അതിനുശേഷം നാടകശാലയായിട്ട് തന്നെ ബന്ധപ്പെട്ട് അവരുടെ സ്വരം തുടങ്ങിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. പിന്നെ വലിയ വേഷങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നാടകരംഗത്തേക്ക് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് അപ്പം തന്നെ ഞാൻ ഈ കേരള ഗവൺമെൻറ്റിൽ ഒരു ജോലി വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. PSCയുടെ ടെസ്റ്റൊക്കെ പഠിക്കേണ്ട അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. ആ ടെസ്റ്റ് എഴുതിയിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ ജോലി കിട്ടുമെന്ന് ആർക്കും അറിയില്ല. അപ്പം ജ്യേഷ്ഠൻ ആ കാലത്ത് മദ്രാസിലെ സിനിമാ രംഗത്ത് വളരെ സജീവമാണ്. അപ്പം ഞാനിങ്ങനെ ജോലിയില്ലാതെ ഇങ്ങനെ നാടകം കളിച്ചെങ്കിൽ ഉറക്കുളച്ച് നടക്കണപ്പോൾ ചേട്ടൻ ആ മേഖലയിൽ തന്നെ കളിയസ്ഥലേന്ദ്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ബുദ്ധിമുട്ടറിയാവുന്നതാണ്. പുള്ളി പറഞ്ഞു നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നമുക്ക് മദ്രാസിൽ പോകാം, അവിടെ ആരെങ്കിലും കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ചെന്ന് AB രാജ് സാറിൻ്റെ പടത്തിന് സൊസൈറ്റി ലീഡിൽ നിറഞ്ഞൊരു പടം. അപ്പോൾ ആ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലേക്ക് എൻ്റെ നല്ല കൈയക്ഷരമാണ്. പിന്നെ ഈ നാടകത്തിൻ്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഈ ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സെൻസിൽ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ അഭിനയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പടത്തിൽ അത് മാത്രമല്ല രാജു റഹീം, അവകാശം തുടങ്ങിയ കുറേ മിടുക്കി പൊന്നമ്മ അങ്ങനെ കുറേ പടങ്ങളിലൊക്കെ അഭിനയിക്കല്ല അസോസിയേറ്റഡ് പെട്ടെന്ന് തന്നെ അസോസിയേറ്റ് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു മഹാരഥന്മാരായിട്ടൊക്കെ പങ്കെടുക്കാൻ പറ്റി എനിക്ക്. KP ഉമ്മർ, പ്രേം നസീർ. അപ്പോൾ ആ കാലത്ത് തന്നെ ഞാൻ 3-4 നാടക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് 77 എൻ്റെ ഒരു നാടകം വേണമെന്നിങ്ങനെ ശാരംഗവാണി, ഉദയ സ്റ്റുഡിയോയിലെ ശാരംഗവാണി ആവശ്യപ്പെടുക. ഞാനൊരു നാടകം എഴുതി കൊടുക്കുകയും ചെയ്തു. മത്സരം എന്ന നാടകത്തിൽ. അതെ, ജയൻ അതിൽ അഭിനയിച്ചിരുന്നു. ജയൻ അഭിനയിച്ചിരുന്നു, GK പിള്ള അഭിനയിച്ചിരുന്നു, ആലുമൂടൻ, തൃശ്ശൂർ LC, കൈനഗിരി തങ്കരാജ്. ആക്ച്വലി ജയൻ സർ അഭിനയിക്കുന്ന ഒരു പ്രൊഫഷൻ നാടകമല്ലേ? പ്രൊഫഷൻ അദ്ദേഹം ആദ്യമായിട്ട് അവസാനമായിട്ട് അഭിനയിച്ച ആ നാടകത്തിലാണ്. അപ്പോൾ അങ്ങനെ ശാരംഗവാണിയായിട്ടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ഈ നാടകത്തിൽ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നിരുന്നത്. അപ്പോൾ സണ്ണി അഞ്ചേരിയിരുന്നു മറ്റേ പറഞ്ഞിട്ടൊരാളാണ്. പിന്നെ അതിൽ എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് സണ്ണി അഞ്ചേരി തന്നെയാണ്. അപ്പം അദ്ദേഹം അഭിനയിച്ച റോളാണ് പിന്നെ ജയൻ അഭിനയിക്കാനായിട്ട് വന്നത്. പിന്നെ ജയൻ ഹീറോയായി. അങ്ങനെ അദ്ദേഹം കുറേ നാടകങ്ങളിൽ അഭിനയിച്ചു. ആ സമയം അദ്ദേഹത്തിന് സിനിമയുടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിൽ അഭിനയിക്കുന്നില്ല. പക്ഷെ ഇവിടെയും അത്ര വലിയ ബുക്കിംഗ് ഒന്നും അവർ കൊടുക്കൂലായിരുന്നു. ഇവരുടെയൊക്കെ ഒഴിവ് നോക്കിയിട്ട് എല്ലാ സിനിമാ താരങ്ങളും വേണമല്ലോ. ഭയങ്കരമായ തുകയ്ക്കാണ് നാടകം ബുക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അന്ന് 5000 രൂപ കൊടുത്ത ഒരു നല്ല നാടകം KPCയുടെ ഒക്കെ ആണെങ്കിൽ 7000 രൂപ കൊടുത്ത നാടകം ബുക്ക് ചെയ്യാമായിരുന്നു. ഇത് 25-30 അന്ന് മേടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ സൗകര്യം നോക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അഭിനയിച്ചത്. അത് ഞങ്ങൾ അങ്ങനെ തുടരണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിന്നീട് ജയനായിട്ട് ഞാൻ ഈ നാടകമായിട്ട് ബന്ധപ്പെട്ടു. അതിനു മുമ്പ് ശാപമോഷം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹം അഭിനയിച്ചിരുന്നു ഒരു പാട്ടുകാരനായിട്ട്. അന്ന് അദ്ദേഹം നേവിയിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ JC കുറ്റിക്കാടുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കാർട്ടൂണിസ്റ്റ് തോമസാണ് ആ സിനിമ എടുത്തത്. അപ്പോൾ അവരതിനു മുമ്പ് ഒരു ഡോക്യുമെൻ്ററി എടുത്തു. കേരളത്തിലെ ക്രിസ്ത്യാനികളും സെൻറ് തോമസും എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്ററി എടുത്ത റോമിലേക്ക് കൊണ്ടൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാനന്ന് ഈ PR വർക്ക് ചെയ്യായിരുന്നു, പത്രങ്ങളിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരൊക്കെ ആയിട്ട് ബന്ധം വന്നു. അപ്പോൾ ശാപമോഷം വന്നപ്പോൾ അതിൻ്റെ PR ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ആ കാലത്ത് ജയനിങ്ങനെ വരാൻ സമയമാണ്. അപ്പോൾ PR-മാരോടൊക്കെ പുള്ളിക്ക് വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ തന്ന് അതിങ്ങനെ അയച്ച് പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ വലിയ അടുപ്പമായി. ആ അടുപ്പത്തിൽ നിന്നാണ് ഞങ്ങളങ്ങനെ ബന്ധമുണ്ടാക്കിയത്. ശരിക്കും ജയൻ നായകനെ അഭിനയിച്ച ജോഷി സാറിന്റെ മൂർഖൻ ആ ചിത്രം താങ്കൾ അസോസിയേറ്റ് ചെയ്തു? ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, AB രാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ രാജശേഖരൻ എന്ന് പറഞ്ഞ ഒരാളാണ്, AG രാജശേഖരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പടം എൻ്റെ ജ്യേഷ്ഠൻ എഴുതിയിരുന്നു, പത്മതീർത്ഥം. ഒരു പടം മാത്രമല്ല, തിരയന്തിയിൽ അങ്ങനെ കുറേ പടങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലും ജയൻ ചെറിയൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോഴാണ് ഈ ജോഷി ഇതില് ടൈഗർ സലീം പിന്നെ വേറെ ഏതൊരു പടം പുള്ളി അങ്ങനെ ഫ്ലോപ്പായിട്ട് നിൽക്കുന്നതിനാണ്. പക്ഷെ അദ്ദേഹം നല്ല ഭാവനയുള്ള ഡയറക്ടറാണ്. ഇന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ ആ 2 പടങ്ങൾ പോയെങ്കിലും ഒരുപാട് ഐഡിയാസ് ഉള്ള ആളാണ്. അപ്പം അങ്ങനെ ആരിഫ ഹസൻ എന്ന് പറഞ്ഞ, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് മദ്രാസ് ചെന്നപ്പോൾ പോലെ താമസിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ എടുപ്പാണ്. ഞാനൊരു 8-9 കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരിഫ എന്റർപ്രൈസസ്. അപ്പോൾ ബെൻസുവാസും ഒക്കെ കഴിഞ്ഞ സമയമാണ്. ജയന്റെ മരണശേഷം എടുത്ത പടമാണല്ലോ. അല്ല, അതിനുശേഷമാണ് ബെൻസുവാസും ഒക്കെ എടുത്ത പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ താമസമാക്കി. അപ്പോൾ ജോഷിയുടെ കൊണ്ടൊരു പടം ചെയ്യിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജോഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ അസോസിയേറ്റ് ഡയറക്ടർമാരൊക്കെ അവിടെ വരുന്നത് ആരെങ്കിലുമൊക്കെ വീട്ടിൽ അസിസ്റ്റൻ്റായിട്ട് നിന്ന് ഇതൊക്കെ വലിയ പട്ടണികളൊക്കെയാണ്.
ജോഷി അവിടെ വർക്ക് ചെയ്യാൻ വരുന്നതിന് 2 കാർ കിട്ടാറാണ് മെഡ്രാസിൽ. വർക്കലയിൽ തിയേറ്റർ ആക്ടിങ്ങിലൊക്കെ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്ന ഒരു ധനാഢ്യനായ മനുഷ്യനായിരുന്നു. പക്ഷെ നല്ല കലാഹൃദയം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ജോഷിയെ കൊണ്ട് പടം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. എന്നെ അസോസിയേറ്റ് ഡയറക്ടർ. കാരണം ഈ ജയൻ സാർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ല, ജയനാണ് ജോഷിയെ കൊണ്ട് ചെയ്യിക്കാന്ന് അതെ പറഞ്ഞ അങ്ങനെയാണ്. ജയനൊരു എല്ലാവരും സഹായിക്കുന്ന ഒരാളായിരുന്നു. സത്യം പറഞ്ഞാൽ ജയൻ മരിക്കാതിരുന്നെങ്കിൽ ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഞാൻ അത്ര ഇഷ്ടമായിരുന്നു. എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ആളുകൾ പിന്നെ വേറെ പല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ അതുപോലെ പ്രേംനസീറും അതെ. പ്രേംനസീറോട് എനിക്ക് അഗാധമായ ബന്ധമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഹളം എന്ന് പറഞ്ഞ പടം, പിന്നെ രാജു റഹീം എന്ന് പറഞ്ഞ പടം, ഇതിൽ മാത്രം അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഞാനൊരു സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ ജോലി അന്വേഷിച്ച് ചെന്ന് ഒന്നും കിട്ടാതെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന ഒരു ഇതാണ്. ഞാൻ 3 നാടകങ്ങളോട് എഴുതിയതിന് ശേഷമാണ് ചെല്ലണത്. അപ്പോൾ GK പിള്ളയൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നാടകത്താണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പരിഗണന എനിക്ക് അവിടെ കിട്ടിയിരുന്നു. ആ കാലഘട്ടത്താണ് എനിക്ക് ജോലി കിട്ടുന്നത്. ഞാൻ PSC ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ജോലി സ്വീകരിക്കണം എന്ന് തോന്നി. പിന്നെ ഞാൻ അതൊരു ഭാഗികമായിട്ട് നിർത്തി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ കേരളത്തിലേക്ക് വരികയാണ്. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ലീവൊക്കെ എടുത്താണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തത്. നാടകവും ഈ സിനിമയും കാര്യങ്ങളൊക്കെ കൂടി പോയി. അപ്പോൾ പിന്നീട് ലീവൊക്കെ എടുത്താണ് നേതാവ്, ജനകീയ കോടതി, സിനിമകളൊക്കെ ഞാൻ ചെയ്തത്. ഒരുപക്ഷെ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ താങ്കൾ ജയനെ വെച്ച സിനിമ എടുക്കുമായിരുന്നു അല്ലേ? ഞാൻ എടുക്കുമായിരുന്നു. അത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊരു പടം ചെയ്യണം, നീ സംവിധാനം ചെയ്യണം എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. വലിയ എടുപ്പായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന പാങ്ക്രോ ഹോട്ടലാണ് മെഡ്രാസിൽ. അപ്പോൾ അവിടേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോകും ഷൂട്ടിങ് കഴിയുമ്പോൾ. പിന്നെ അദ്ദേഹത്തിന്റെ പടത്തിന്റെ പ്രിവ്യൂ ഷോ ഉണ്ടാവും, അത് കാണിക്കാൻ കൊണ്ടുപോകും, അത് ഷൂട്ടിങ്ങിന് കൊണ്ടുപോകും. അതൊക്കെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ മേഖല എനിക്ക് നഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ എനിക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വേദനാജനകമായ ഒരു മരണമായിരുന്നു. അതെ അതെ അതെ. അന്ന് ഞാനിവിടെ കേരളത്തില് ആണ്. അല്ല, ഈ ജോഷി സാറിന്റെ സിനിമയില് മൂർഖനില് അന്ത്യയാത്ര കാണിക്കുന്നുണ്ട്. അത് എല്ലാം കൂടെ അതെ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിക്കുന്ന ഒരു 16-ാം തീയതിയാണ്. അതെ. പടം റിലീസ് വെച്ച് 21-ാം തീയതിയാണ്. 4 ദിവസം 5 ദിവസം. അപ്പൊ അതിൽ കുറെ ഡയലോഗ്സ് ഉണ്ട്. ഇങ്ങനെ എനിക്ക് പോയേ തീരും, മരണത്തിനല്ലാതെ മറ്റൊന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. സത്യത്തിൽ അത് ആ ഡയലോഗ്സ് ഒക്കെ ടൈറ്റിൽ പേര് വന്ന് പാപ്പനംകോട് ലക്ഷ്മണനാണെങ്കിലും അതിൽ കൂടുതലായിട്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. കൊച്ചിൻ ഹനീഫ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട്. ഹസനിക്കയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെ പല സീനുകൾ എല്ലാവരും കൂടി ചേർന്നൊക്കെ ചെയ്തതാണ്. അപ്പൊ ആ ഡയലോഗ് ആരെഴുതിയെന്ന് അറിയില്ല. അത് സുമലത ആദ്യമായിട്ട് വരുന്ന സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ 21-ാം തീയതി റിലീസ് ഈ ഡയലോഗ്സ് കാണുമ്പോൾ ഒരു അറം പറ്റിയ പോലെ അത് ഈ പെണ്ണുങ്ങളൊക്കെ അയ്യോ എന്നൊക്കെ പറയും ഈ ഡയലോഗൊക്കെ വരുമ്പോൾ. അതൊരു വല്ലാത്തതായി. അങ്ങനെ ആ സമയത്ത് ഇത് ഈ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അന്ത്യയാത്ര ഷൂട്ട് ഫ്ലൈറ്റിൽ വെച്ചും അതുപോലെ തന്നെ എല്ലാ യാത്ര തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നവരെ, കൊല്ലത്ത് സംസ്കരിക്കുന്നവരെല്ലാം ചെയ്തിരുന്നു. അത് 2-ാമത്തെ ആഴ്ചയാണ് കയറ്റിയിട്ട്. പടം നന്നായിട്ട് പോകുന്നു. ഈ 2-ാമത്തെ ആഴ്ച കയറ്റിയിട്ടപ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ഓഡിയൻസ് ആയി, ഭയങ്കരമായി. അങ്ങനെയാണ് ആ പടം സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയത്. ജോഷി രക്ഷപ്പെട്ടു. അതോടെ പുള്ളിക്ക് ഇതിഹാസം, രക്തം, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ ഓഫർ, ഒറ്റ പടങ്ങളുടെ ഒരു ബഹളം. അല്ലാതെ അദ്ദേഹത്തെ അർഹിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അത്ര റേഞ്ചുള്ളൊരു സംവിധാനം അദ്ദേഹം. ഷൂട്ട് ചെയ്യുന്ന കണ്ടത് സാധാരണ ഡയറക്ടർമാർ സ്ക്രിപ്റ്റൊക്കെ വെച്ച് വർക്ക് ചെയ്തതൊക്കെ ഇതൊന്നും വേണ്ട അവർക്ക്. അങ്ങനെ ആ സാധനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ നമ്മൾ സാറേ ഈ ഡയലോഗ് ഇനി പോടാ എന്ന് പറയും. പുള്ളിക്ക് അറിയാം ക്ലോസപ്പ്. പിന്നെ നമ്മൾ പാടുകൂടാ. അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർമാരൊക്കെ വിഷമിക്കും, ഇത് മാർക്ക് ചെയ്യാനും പിടിക്കാനൊക്കെ നമ്മൾ വിഷമിക്കും. പക്ഷെ അത് അങ്ങർക്ക് പക്ഷെ എല്ലാം അങ്ങനെ എന്താ പറയുക, റെക്കോർഡ് ചെയ്ത പോലെ, ടേപ്പ് റെക്കോർഡ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു വിഷ്വലായിട്ട് എടുത്തു വെച്ചേക്കണ പോലെ അങ്ങനെ തലച്ചോറിലൊക്കെ. മോഹൻമാഷി അന്ത്യയാത്ര ഷൂട്ട് ചെയ്യാൻ കൂടെ പോവാ? അത് ഞാൻ പോയില്ല. അല്ല, ഈ സിനിമയിൽ തിരികെ കയറ്റിയതാണോ അതോ ഇതിന് മൂർഖന് മുമ്പ്? അല്ല, ഇന്റർവെൽ സമയത്താണ് കാണിച്ചത്. ജനങ്ങള് ഒന്ന് പുറത്തു പോലും പോകാതെ കണ്ടു കാണും. അതായത് ഇന്റർവെല്ലിന് തുടങ്ങുന്നത് മനോഹരമായിരുന്നു അത് കേട്ടോ. അത് അത്ര നന്നായിട്ട് ആ സിനിമ കാണുന്ന പോലെ നമുക്ക് ടച്ചിങ് ആയിട്ട്. സീമയൊക്കെ ഒരിക്കലും പൊട്ടിക്കരഞ്ഞു എന്നത് പറഞ്ഞു. അത് ആർക്കും കണ്ടിരിക്കാൻ പറ്റായിരുന്നില്ല. അത്ര മനോഹരമായിട്ടും അല്ല വേദനാജനകമായിട്ടുള്ള സാധനം എടുത്തത്. അങ്ങനെയാണത് ഒരു മലയാളത്തിലൊരു വ്യക്തമായ ഒരു ഡോക്യുമെന്ററി എന്ന് പറയാം. അതിന്റെ ഇടയ്ക്ക് അത് കയറ്റിയില്ലായിരുന്നെങ്കിലും ആ സിനിമ ഭയങ്കരമായിട്ട് ഓടും. പിന്നെ അത്ര സ്പീഡ് സബ്ജക്റ്റ് പടമായിരുന്നു.
അത്രയും നല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ലാഭവും കാര്യങ്ങളൊക്കെ കൂടി എടുത്തിട്ട് തടാകം എന്നൊരു സിനിമാസനൊക്കെ എടുത്തു. അത് പരാജയമായി. പിന്നീട് പടങ്ങളൊക്കെ പരാജയമായി. 36 പടം എടുത്ത ആളാണ് അദ്ദേഹം. അതെ. ആരിഫ് ആൻഡ് റബീസ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ സെക്രട്ടറി ആയിരുന്നു. അല്ല, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ വീണ്ടും നാടകരംഗത്ത് സജീവമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് UDF സർക്കാർ എന്നെ ജി കാർത്തികനായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം സാംസ്കാരിക മന്ത്രി ആയപ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ട് വെച്ചത്. എൻ്റെ മേഖലയല്ല, ചിത്രരചന എന്ന് പറഞ്ഞാൽ എൻ്റെ മേഖലയല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാനാ, താനവിടെ പോയി പടമൊന്നും വരയ്ക്കണ്ട, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രം നോക്കിയാൽ മതി, അത് ചെയ്യുന്നത്. അപ്പോൾ കാനായി കുഞ്ഞിരാമനായിരുന്നു അതിൻ്റെ ചെയർമാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ കാനായി കുഞ്ഞിരാമനായിട്ട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അദ്ദേഹമായിട്ടല്ല, അദ്ദേഹത്തെ ചില ഈ ഇതും കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവർ ചില കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നു. അങ്ങനെ പിന്നീട് അത് ഒരു അവസാനമായിട്ടായപ്പോഴും ഞാനത് വിട്ടു. പിന്നെ ഞാൻ വീണ്ടും വന്ന് നാടകരംഗത്ത് തന്നെ സജീവമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അനിൽകുമാർ മന്ത്രിയായ സമയത്ത് എന്നെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആക്കിയത്. അത് ഞാൻ വളരെ മനോഹരമായിട്ട്, അത് CL ജോസാണ് ചെയർമാൻ, കാര്യങ്ങളൊക്കെ ചെയ്തു. കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് സംഗീത നാടക അക്കാദമി കലാപരിപാടികൾ അവതരിപ്പിച്ച് ഞാനും ജോസേട്ടനും ഭരണസാരഥ്യം വഹിച്ചിരുന്ന കാലത്താണ്. പിന്നീട് പിന്നെ മാറി വേറെ ഭരണം മാറിയെന്ന് പിന്നെ വന്നിട്ട് വീണ്ടും ലളിതകലാ അക്കാദമി സെക്രട്ടറി. ഇപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ളൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എനിക്ക് തന്നൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു റിമാർക്കും ഓഡിറ്റുകാരോ സ്റ്റേറ്റ് ഓഡിറ്റുകാരും അതുപോലെ തന്നെ AG ഓഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രശ്നമുണ്ടായില്ല. അതിന് മുമ്പ് ഇരുന്നവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങളെ കാണിച്ചാൽ ഒരുപാട് റിമാർക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു കാരണം എനിക്കൊരു പശ്ചാത്തലം കിട്ടിയത് ഞാൻ ട്രഷറിയിൽ ജോലി ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെ ഇത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റും, സർവീസ് റൂൾസ്, ഫിനാൻഷ്യൽ കോഡ്, ട്രഷറി കോഡൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ മറ്റവരങ്ങനെയല്ല, ഇത് ഓട്ടോണോമസ് ബോഡിയാണ്, നമുക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അവരൊക്കെ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട്. ഇപ്പോഴും സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു കാലത്തുണ്ടായിരുന്ന ചില ഓഡിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെ കുറയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. അത് എൻ്റെ മിടുക്കല്ല, ഞാൻ ആ സർവീസിൽ അങ്ങനെ ഇരുന്ന് എനിക്കൊരു പശ്ചാത്തലം ഉണ്ടായതുകൊണ്ട്. കുടുംബത്തെക്കുറിച്ച് കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ശ്രീമുലാരം വിജയൻ എന്ന് പറഞ്ഞ ആളെൻ്റെ ജ്യേഷ്ഠനാണ്. പിന്നെ ഏറ്റവും മൂത്തൊരു സഹോദരിയുണ്ട്, സുമതി. അവർ മരിച്ചുപോയി, ജ്യേഷ്ഠൻ മരിച്ചു. പിന്നെ എൻ്റെ തൊട്ട് മൂത്ത് കുസുമം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ്. ചേച്ചി ടീച്ചറാണ്. ടീച്ചറുടെ ഭർത്താവ് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ സ്റ്റേഷൻ ഡയറക്ടറായിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ഭാര്യ ഈ കലാരംഗത്ത് തന്നെയാണ് ഞാൻ സ്വീകരിച്ചത്. ജ്യേഷ്ഠൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാണ്. അപ്പം അങ്ങനെ എന്നാലും അറേഞ്ച് ചെയ്ത് തന്നെയുണ്ടോ കല്യാണം, അല്ലാതെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. ഈ നാടകത്തിൽ എന്ന് പറയുമ്പോൾ പ്രണയമായിട്ട് എല്ലാവരും തെറ്റിയിരിക്കും. കല്യാണത്തിന് ശേഷമാണ് പ്രണയിച്ചു തുടങ്ങിയത്. പിന്നെ ഒരു മകനുണ്ട്, അവൻ പത്രപ്രവർത്തകനാണ്. ഇപ്പോൾ ഫ്രീലാൻസായിട്ട് ചെയ്യണം. MA കഴിഞ്ഞ് ജേർണലിസം കഴിഞ്ഞു. അവൻ്റെ ഭാര്യ കാലടിയിൽ ആശ്രമ സ്കൂളിൽ ടീച്ചറാണ്. 2 കുട്ടികളുണ്ട്, അദ്വൈത് പിന്നെ അഭിറാം. 2 പേർക്കും കലാവാസനകളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതലങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, കാരണം നമ്മുടെയൊക്കെ അനുഭവങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് 30ഓളം പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് 40 നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 32 നാടകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ ഒരു നാടകം സമാധി എന്ന് പറഞ്ഞൊരു നാടകം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കളിച്ചിട്ടുണ്ട്. മലയാളി സമാജങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്. റോമില് ആദ്യമായിട്ട് അവസാനമായിട്ടൊരു മലയാള നാടകം കളിച്ചത് എൻ്റെ നാടകം സമാധി എന്ന് പറഞ്ഞൊരു നാടകം. അത് അങ്ങനെ അവസരം ഉണ്ടാക്കിയത് അവിടുത്തെ മലയാളി സമാജങ്ങളെ തന്നെ കേട്ട് പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ പുസ്തകം അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഗൾഫ് കൺട്രീസിൽ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ മലയാളി സമാജങ്ങളുള്ളടത്തെല്ലാം ഈ സമാധിയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ നാടകം കളിച്ചത്. പിന്നെ നാടകങ്ങൾ മോക്ഷം എന്ന് പറഞ്ഞ നാടകമാണ്, ചില്ലുകൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയത്. പിന്നെ തീർത്ഥാടനം എന്ന് പറയുന്ന നാടകമാണ്. അതിൻ്റെ മുഴുവനാണെന്ന് പറഞ്ഞുകൂടെ, അതിൻ്റെ അംശങ്ങൾ എടുത്താണ് ഒരു നേതാവ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഇറക്കിയത്. പിന്നെ അഷ്ടബന്ധം അങ്ങനെയാണ് സിനിമ. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അഷ്ടബന്ധം കളിച്ചിരുന്നപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഈ മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളൊക്കെ അതിൽ ബാലങ്കനാരുടെ ഒരു മാഷായിട്ട് മരണസമയത്തോ എന്തോ ഒരു പാട്ടുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീൽ ഒരു പാട്ടുണ്ട്. വരികൾ ഞാൻ ഓർക്കുന്നില്ല. ചുവലകൃഷ്ണൻകുട്ടി എഴുതി. ഒരുപാട് സെൻസർ കട്ടും പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നം. 1.5-2 നല്ല ഫിലിമായിരുന്നു. പിന്നെ ഈ അഷ്ടബന്ധ നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അത് പുസ്തകമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് ഈ നാടകം EMSനെ കൊണ്ടത് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് കാണിക്കാൻ സാധിച്ചില്ല. ഞാൻ പുസ്തകമായി കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ
ഒരു സുഹൃത്തും നാട്ടുകാരനായിട്ട് ഷൺമുഖൻ ആണ്ടലായിട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അന്ന് AKG ലൈബ്രറിയിലെ കാര്യം അങ്ങനെ അയച്ചു കൊടുത്തു. EMS കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചു. അങ്ങനെ 1992 പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മീറ്റിങ്ങിന് EMS പെരുമ്പാവൂർ വന്നു. പെരുമ്പാവൂർ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. എനിക്ക് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അപ്പോൾ AKG ഒക്കെ എനിക്ക് വലിയ എന്താ പറയുക ആരാധനയുള്ളതാണ്. ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെടണമെന്ന് കരുതി ഞാനവിടെ ഡോക്ടർ ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആൾ പാർട്ടി പ്രവർത്തകനാണ്. പിന്നെ PR ശിവൻ എന്ന് പറഞ്ഞ പഴയൊരു MLA. ഇവർ രണ്ടുപേരും ചെന്ന് പറഞ്ഞു. അവരത് കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 6-6:30 അദ്ദേഹത്തെ കാണാനായിട്ട് പെരുമ്പാവൂർ റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ ഒരു 7 മണിയാണോ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചാൽ പുള്ളി ഒരു കൈലിമുണ്ടൊക്കെ എടുത്തൊരു കൈയില്ലാത്ത ബനിയനൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഇതിങ്ങനെ ശ്രീമൂലനഗരം മോഹൻ ആണ്. അപ്പോൾ പുള്ളിക്ക് ചെവിക്കിത്തിരി പ്രശ്നമുണ്ടല്ലോ. ശ്രീമൂലനഗരം വിജയനാണോ? ചേട്ടൻ്റെ ഫെമിലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞു വിജയനല്ല മോഹനാണോ? അഷ്ടബന്ധു എഴുതിയ ആളല്ലേ എന്ന് ചോദിച്ചു. അവരോട് ഞാനാകെ തളർന്നുപോയി. എനിക്ക് ബോധം കെട്ട് വീഴുന്നേരം തോന്നി. അദ്ദേഹം പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഞാനത് വായിച്ചു. എക്കാലത്തും പ്രസക്തിയുള്ളൊരു നല്ല കൃതിയാണ്, നല്ലൊരു നാടകമാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു നോബൽ സമ്മാനം കിട്ടിയ പോലും എനിക്ക് അത്ര അത് ഈ നാടകം അവതരിപ്പിച്ചിരുന്ന കാലത്ത് കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ കണ്ണൂരുള്ള സഹാക്കളും കാര്യങ്ങളും ഒരുപാട് പ്രോത്സാഹനം ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ചെയ്ത ഒരാൾ ആണ് 51 വെട്ടുവെട്ടി മരിച്ചുപോയി എന്ന് പറയുന്ന അദ്ദേഹം TP ചന്ദ്രശേഖർ. മറക്കാനൊക്കില്ല. അതുപോലെ കരിവുള്ള മുരളി ഇപ്പൊ സംഗീത നാടകക്കാരുടെ സെക്രട്ടറി. അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും നാടകം കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ബുക്കിംഗ്. ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നു കണ്ണൂർ, കോഴിക്കോട് ആ മലബാർ പ്രദേശങ്ങളിലായിട്ട് ഏതാണ്ട് മാത്രം തന്നെ ഒരു 500 നാടകം കളിച്ചിട്ടുണ്ട്. അത്ര കളിച്ചിട്ടുണ്ട്. 3 കൊല്ലം തുടർച്ചയായിട്ട് ആ നാടകം കളിച്ചു. അപ്പൊ ആ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അതിലെ തടിയടന്മാരും അത്ര പ്രശസ്തരല്ല. പക്ഷെ ഈ നാടകം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാവരും പ്രശസ്തരല്ല. ഇവരെ പ്രത്യേകം പറഞ്ഞു. നാടകത്തിലും സിനിമയിലുമായിട്ട് ഏറെക്കുറെ നൂറ്റാണ്ടായി. ഈ നൂറ്റാണ്ടാകുമ്പോൾ അതെ ഈ പുതിയ തലമുറയ്ക്ക് പറയാൻ കഴിയുന്ന ഒറ്റ സന്ദേശം എന്താണ്? അല്ല, പുതിയ തലമുറയെ സംബന്ധിച്ച് എനിക്ക് വലിയ വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറവും അതിനപ്പുറം കിടന്നുകൊണ്ട് ചിന്തിച്ച് നല്ല സിനിമ ഉണ്ടാക്കുന്നവരാണ് അവർ. അവരുടെ ബഹുമാനം മാത്രമേ ഉള്ളൂ. പലരും പറയുന്ന പോലെ അവർ കുഴപ്പക്കാരാണ് പഴയ. എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല. ഇപ്പോൾ നാടകത്തിലാണ്, സിനിമയിലാണെങ്കിൽ ഒരുപാട് പുതിയ സങ്കേതങ്ങൾ സ്വീകരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഈ സിനിമാ സംഘടനയുടെ മാക്ടയുടെ ട്രഷറായിരുന്നു ഞാൻ 6 വർഷം 3 ടൈമിൽ. ഇപ്പോൾ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ്റെ ട്രഷറാണ്. സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം ഒരുപാട് പുതിയ തലമുറയായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ അവരുമായിട്ട് ചേർന്ന് വർക്കുകളും ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് നമുക്ക് സ്വയം ഒന്ന് നവീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പറയാനാണ്. എന്തായാലും വിലയേറിയ സമയം വളരെ കാലങ്ങൾക്ക് ശേഷം മോഹൻ മാഷിനെ കാണാനും ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്യാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും നാടകങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും വളരെ സന്തോഷം നിങ്ങളുടെ ഈ ചാനലുമായിട്ട് ബന്ധപ്പെടാനും നിങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടാനും കഴിഞ്ഞു. നന്ദി, സന്തോഷം.